നമസ്കാരം. ഈ വീഡിയോ കാണുന്നതിൽ ഡോക്ടർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ജിയെയും ഫ്രണ്ട്സിനെയും ഒന്ന് സഹായിക്കാവോ? ഓലക്ക് സ്റ്റുഡൻസ് വന്ന് പെരിയ അലർജി, ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുന്ന സ്റ്റുഡൻസ്, സമരങ്ങൾ ചെയ്യുന്ന സ്റ്റുഡൻസ്, ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന സ്റ്റുഡൻസ്, രാഷ്ട്രീയ ബോധമുള്ള സ്റ്റുഡൻസ്, ഇവരെയൊക്കെ എന്താന്ന് അറിഞ്ഞൂടാ. ഞങ്ങളെ മിത്രങ്ങൾക്ക് ഇഷ്ടല്ല. ഇതൊരു രോഗമാണോ ഗൈസ്? മാപ്രവേഴ്സിലേക്ക് സ്വാഗതം. പഠിക്കാൻ വിട്ടാ പഠിക്കണം, അല്ലാണ്ട് ചുമ്മാ ഈ കണ്ട പത്രം വായിക്കുക, ന്യൂസ് കാണുക, രാഷ്ട്രീയ ബോധം വളർത്തിയെടുക്കുക, എന്നിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു രാമരാജ്യമാക്കിയെടുക്കാൻ പെടാപ്പാടുപെടുന്ന ഞങ്ങളുടെ സ്വന്തം ജിയുടെയും മിത്രങ്ങളുടെയും ആ ഫ്ലോ കണ്ട സമരമൊക്കെ നടത്തി നശിപ്പിക്കുക. ഹൗ എന്താ നിങ്ങളെ വിചാരം? പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ എന്ന് കരുതിയ 1-2 UAPയെയും അറസ്റ്റും സെഡീഷനും ഒക്കെ കൊടുത്ത് സൈഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രം എന്തൊരു ദൈവീകത തുളുമ്പുന്ന പരിപാടിയായിരുന്നു. അതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഫ്ലോ നശിപ്പിക്കാൻ നമ്മുടെ കോഴിക്കോട് NITയിൽ ജനുവരി 22-ന് ഇന്ത്യൻ ഭൂപടം കാവിയിൽ വരച്ചതിനെതിരെ ഒരു ദളിത് വിദ്യാർത്ഥി പ്രതിഷേധിച്ചേക്കുന്നു. അടിച്ച് കൈ കൊടുത്തില്ലേ ഒരു കൊല്ലത്തേക്ക് സസ്പെൻഷൻ. അതായത് ക്ഷേത്ര പ്രവേശന ദിനത്തിൽ ക്യാമ്പസിനുള്ളിൽ പ്രതിഷേധം നടന്നിരുന്നു. ഈ സമയത്ത് 2 വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി. ഒന്ന് പരിപാടി ആഘോഷിക്കുന്നവരും പിന്നെ അതിൽ പ്രതിഷേധിച്ചവരും. അപ്പോ ഇന്ത്യ രാമരാജ്യമല്ല എന്നെഴുതിയ പ്ലക്കാർഡുകൾ പിടിച്ച് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയും മറ്റുള്ളവരും പ്രതിഷേധിക്കാൻ തുടങ്ങി. കണ്ടാ, ഇന്ത്യ രാമരാജ്യം അല്ലാന്ന്. ഹൗ ഡെയർ യു? ഞങ്ങളെ യോഗിജി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യ രാമരാജ്യമാണെന്ന്. മോദിജിയും പറഞ്ഞു. അത്ര കണ്ട ഉറപ്പൊക്കെ മതി ഞങ്ങൾക്ക്. അല്ല പിന്നെ. അപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥി ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിയമവിരുദ്ധമായി ഒത്തുചേരൽ, ക്യാമ്പസിൽ അശാന്തി ഉണ്ടാക്കി, പിന്നെ സമുദായത്തിനുള്ളിൽ അശാന്തിക്ക് പ്രേരിപ്പിച്ചു. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ക്യാമ്പസിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ അമ്പും വില്ലും വരച്ചതിനെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിമർശനം ഉന്നയിച്ചതിന് ഒരു 5ാം വർഷ BTech വിദ്യാർത്ഥിക്കും ABVPയുടെ മർദ്ദനമേറ്റിരുന്നു. ഇതുപോലെ പ്രതിഷേധിക്കുന്നവരെ ആക്രമിച്ച, മർദ്ദിച്ച, അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മുറിവേൽപ്പിച്ച ABVP മിത്രങ്ങൾക്ക് ഈ വർഷത്തെ സമാധാനത്തിനുള്ള സന്തോഷ് ട്രോഫി കൊടുത്ത് കോഴിക്കോട് NIT ആദരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. ഇതിലൊന്നും വലിയ കാര്യമില്ല. സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മോദിജിക്കും അമിത്ജിക്കും ഒക്കെ വെറും സില്ലി തിങ്സ് ആണ്. അവരുടെ സമരങ്ങളും പഠനവും അവകാശങ്ങളും ജോലിയും കുടുംബവും ജീവിതവും സ്വാതന്ത്ര്യവും അങ്ങനെയെല്ലാം വളരെ സില്ലിയാണ്. അത് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ മിത്രങ്ങൾക്ക് കാര്യം എളുപ്പമായില്ലേ. എന്ത് വേണേലും ആവാം, രാമരാജ്യത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് മാത്രം. ഏറ്റവും ഒടുവിൽ ആനന്ദ് പട്വർദ്ധൻ സംവിധാനം ചെയ്ത രാം കെ നാം എന്ന ഡോക്യുമെന്ററിയുടെ സ്ക്രീനിംഗ് BJP RSS പ്രവർത്തകർ പലയിടങ്ങളിൽ തടഞ്ഞിരുന്നു. 949-ൽ ബാബറി മസ്ജിദിനകത്ത് രാമവിഗ്രഹം കൊണ്ടിടുന്നത് മുതൽ ഈ മസ്ജിദ് തകർക്കപ്പെടുന്നതിന് അല്പ ദിവസം മുൻപ് വരെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ അരങ്ങിലും അണിയറയിലും നടന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരുന്ന ഡോക്യുമെന്ററിയാണ് രാം കെ നാം. ഈ ഡോക്യുമെന്ററി കോട്ടയം KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രദർശിപ്പിച്ചപ്പോൾ BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. തുടർന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. അതിനെ തുടർന്നാണ് DYFI കേരളത്തിലുടനീളം ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതുപോലെ തന്നെ അശോക യൂണിവേഴ്സിറ്റിയിൽ നടത്താനിരുന്ന രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശനത്തിന്റെ പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ അവിടുത്തെ മാനേജ്മെന്റ് വിദ്യാർത്ഥികളെ നിർബന്ധിക്കുകയും അതിന്റെ പേരിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിഷേധത്തിൽ സാക്ഷാൽ ആനന്ദ് പട്വർദ്ധനും പങ്കെടുത്തിരുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും റിമംബറിംഗ് ബാബറി എന്ന ബാനറിൽ വിദ്യാർത്ഥി യൂണിയൻ സമാധാനപരമായി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലും മിത്രങ്ങൾ കയറി സീനുണ്ടാക്കി. കാവി ഷോളുകൾ ഇട്ട് വന്ന് അവരൊക്കെ കൂടെ ബാനറുകൾക്ക് തീയിട്ടു. ദ വയർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ ആളുകൾ ജയ് ശ്രീറാം വിളിക്കുകയും ഇനിയും 1000 ബാബറികൾ തകർക്കും എന്ന് ആക്രോശിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ചെയ്യുന്ന ടീംസ് തന്നെ കേട്ടോ നമ്മളെ സംഗൂസ്. ഇപ്പൊ ഗ്യാൻവാബി പള്ളിയില് പൂജ നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? ഇപ്പൊ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയും വേഗം പൂട്ടിക്കണം എന്നാണ് അങ്ങ് ശാഖയിൽ നിന്നുള്ള ഓർഡർ. ഈ 22-ന്റെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം മോദിജി എല്ലാരോടും പറഞ്ഞു, രാമൻ വിവാദത്തിനും തർക്കത്തിനുമുള്ളതല്ല, രാമൻ സമാധാനമാണെന്ന്. ഇതൊക്കെയാണ് സമാധാനം? വെറുതെ മനുഷ്യനാകേണ്ടായിരുന്ന സമാധാനം കൂടെ പോയി എന്നല്ലാണ്ട്. അല്ലെങ്കിലും ഈ ഡോക്യുമെന്ററിയോടുള്ള ഡിസ്ലൈക്ക് മോദിജിക്ക് ഒരു പുത്തിരിയല്ല. 2002-ലെ മാരകമായ ഗുജറാത്ത് വിഭാഗീയ കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് ആരോപിക്കപ്പെടുന്ന BBC ഡോക്യുമെന്ററിയുടെ പ്രദർശനത്തിന്റെ പേരിൽ ഇന്ത്യൻ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നിരവധി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആ ഡോക്യുമെന്ററിയുടെ സ്ക്രീനിംഗ് തടയാൻ JNUവിലെ ഫാക്കൽറ്റി വൈദ്യുതിയും ഇന്റർനെറ്റും വിച്ഛേദിച്ചതായി വിദ്യാർത്ഥികളെന്ന് ആരോപിച്ചിട്ടുണ്ട്. പിന്നെ വൈദ്യുതി കട്ട് ചെയ്യാതെ പിള്ളേർക്ക് കാണാൻ കൊള്ളാവുന്ന എന്തേലും ആണോ BBC ഡോക്യുമെന്ററി? ആ നേരത്തെ വല്ല ദേവി മഹാത്മ്യം അവരെ കാണിക്കാൻ പാടില്ലേ? അതൊക്കെ IIT ബോംബെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി അവർ കോളേജിന്റെ പേരിൽ ഗോശാല പണിതല്ലേ ആഘോഷിച്ചത്. എന്താന്നറിഞ്ഞൂടാ, അങ്ങ് ഡൽഹിയിൽ ജാമിയ JNU IITകൾ മുതൽ ഈ അറ്റത്ത് കിടക്കണ NIT വരെ നമ്മുടെ മിത്രങ്ങൾക്ക് കണ്ണെടുത്താ കണ്ടൂടാ. അല്ലെങ്കിലും ഈ കോളേജ് പള്ളിക്കൂടം പഠിക്കണ പിള്ളേർ ഞങ്ങൾക്ക് വന്ന അലർജി. കോഴിക്കോട് NITയിൽ നിന്നും സസ്പെൻഡ് ആയി പോയ വിദ്യാർത്ഥിയോട് എന്ന പോലെ സമരം ചെയ്യുന്ന
ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികളോടുള്ള സംഘപരിവാറിന്റെ അസഹിഷ്ണുതയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. മാപ്രാവേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.